ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഒരു തിയറിയാണ്, കോമ്പിനേഷൻ. അപ്പോൾ ഈ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റിയിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. എന്താണ് കോമ്പിനേഷൻ എന്ന് നോക്കാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. 2-3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മളതിനെ കോമ്പിനേഷൻ എന്ന് പറയാം. കോമ്പിനേഷൻ ഈസ് എ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. Combination is a grouping or selection of all or part of a number of things without reference to the arrangement of the things selected. കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യുക. അതായത് 3 കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ 3നെയും ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക, എടുക്കുക. അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുക. The number of combination of objects are different from their permutation. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടേം ഉണ്ട്, നിങ്ങൾക്കത് പഠിക്കാനില്ല. അപ്പോൾ കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും എന്താണ്? രണ്ടും ഡിഫറെൻ്റ് ആണ്. 3 ലെറ്റർ ഉണ്ട് വിചാരിക്കും, ABC. അതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എന്താ പറയുക, ആ 3നെയും കൂടി പറയണതാണ് നമ്മൾ കോമ്പിനേഷൻ എന്നുള്ളത്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ABCനെ പല തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ABC എന്നോ BCA എന്നോ CBA എന്നോ CAB എന്നോ പല തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയാറ്. ഇവിടെ നിങ്ങൾക്ക് പ്രോബബിലിറ്റിയിൽ പഠിക്കാനുള്ളത് കോമ്പിനേഷനാണ്. The total number of possible combination of a set of objects taken all at a time is 1. ഇത് എത്ര കോമ്പിനേഷൻ പറ്റും? ഒരു കോമ്പിനേഷനെ പറ്റിയാണ് നമ്മൾ പറയാറ്. Only one combination is possible for a set. The number of combination of n different objects taken r at a time is denoted as. ഇനിയാണ് നമ്മൾ കോമ്പിനേഷൻ്റെ ഫോർമുല പഠിക്കാൻ പോണത്. അതായത് കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ NCR, C ആണ് നമ്മൾ കോമ്പിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫബറ്റ്. അപ്പോൾ ഈ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ C എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. NCR എന്നാണ് അതിനെ പറയുക. C ആണ് ഇവിടെ കോമ്പിനേഷൻ ഉദ്ദേശിക്കുന്നത്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഐറ്റംസ് ഉണ്ട് അതിനെയാണ് N എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 10 ഐറ്റംസ് ഉണ്ട് വിചാരിക്കും. 10 ഐറ്റംസ് ഉള്ള ആ 10ന് നമ്മൾ N എന്ന് പറയും. ആ 10 ഐറ്റത്തിൽ നമ്മളോട് പറഞ്ഞേക്കണം 4 ഐറ്റത്തിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. 4 ഐറ്റത്തിൻ്റെ, അപ്പോൾ ആ 4ആണ് 6 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 കാര്യം നമ്മൾ പഠിച്ചു. N ഉണ്ട്, C ഉണ്ട്, R ഉണ്ട് കോമ്പിനേഷനിൽ. അതിൽ C നടുവിൽ എഴുതും, N മേലെയാണ് എഴുതേണ്ട. N എഴുതി, C എഴുതി, താഴെയാണ് R എഴുതണം. ഇതിൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ NCR is equal to N ഫാക്ടോറിയൽ. നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ ഇടില്ലേ ഇംഗ്ലീഷിൽ, അതേപോലെയാണ് നമ്മൾ ഫാക്ടോറിയൽ സിമ്പൽ എഴുതുക. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ശരിക്കൊരു വരട്ടിട്ട് ഒരു കുത്തിടുക. N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N-R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. അല്ലെങ്കിൽ ഇതിൽ എഴുതിയിരിക്കണം N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N-R ഫാക്ടോറിയൽ. അതിന് ഫാക്ടോറിയൽ എന്നാണ് പറയുക എക്സ്ക്ലമേഷൻ മാർക്കിന്. ഇതാണ് കോമ്പിനേഷൻ്റെ ഫോർമുല. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ N 10 ഐറ്റംസാണ് നമുക്ക് മൊത്തം ഉള്ളെങ്കിൽ 10 ആയിരിക്കും നമ്മുടെ N വരിക. ഫാക്ടോറിയൽ സിമ്പിളിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 10 ഫാക്ടോറിയൽ ചെയ്യണമെങ്കിൽ 10ൻ്റെ തൊട്ട് മുമ്പ് 1 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2ൻ്റെ പിന്നിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 ഉണ്ട്, 1 ഉണ്ട്. 2 ഇൻറ്റു 1 ആണ് 2 ഫാക്ടോറിയലിൻ്റെ ആൻസർ. അപ്പോൾ 2 തന്നെ കിട്ടുക. 5 ഫാക്ടോറിയലാണെന്ന് വിചാരിക്കും. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഏത് നമ്പർ എടുത്താലും 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വലിയ ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത ഏത് ആൻസർ കിട്ടുമോ അതാണ് ഫാക്ടോറിയലിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയിലുള്ളത് N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് 10C4. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 10 ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ 4 എണ്ണത്തിന് നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യും എന്നാണ് ചോദിച്ചേക്കുന്നത് വിചാരിക്കൂ. അപ്പം നമ്മുടെ ഫോർമുല എങ്ങനെ വരിക? 10C4 എന്നാണ് വരിക. അപ്പോൾ അത് അതിൻ്റെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R എത്രയാണ് പറഞ്ഞത്? 4 പറഞ്ഞത്. 4 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 4 ഫാക്ടോറിയൽ, അതായത് 6 ഫാക്ടോറിയൽ. പ്രോബ്ലം നമ്മൾ ചെയ്യൂട്ടാ, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ദി കോമ്പിനേഷൻ വി ആർ നോട്ട് കൺസേൺ വിത്ത് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ്. ഇൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ക്യാൻ ഗിവ് റൈസ് ടു സെവറൽ പെർമ്യൂട്ടേഷൻ.
അത് കോമ്പിനേഷൻ പറഞ്ഞാൽ എ ബി സിനെ എങ്ങനെയാണ് കോമ്പിനേഷൻ ഉപയോഗിക്കുക? എ ബി സി ഒറ്റ കോമ്പിനേഷനിലും. പെർമ്യൂട്ടേഷൻ പറഞ്ഞാൽ പല തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. അത് എ ബി സി ആവാം, എ സി ബി ആവാം, ബി എ സി ആവാം, ബി സി എ, സി എ ബി, സി ബി എ, പല തരത്തിലും അറേഞ്ച് ചെയ്യണേ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് കോമ്പിനേഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഇനി വരുന്ന പ്രോബ്ലങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കോമ്പിനേഷൻ ചെയ്യാന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് 5 സ്റ്റുഡൻസ് ക്യാൻ ബി ചൂസൺ ഔട്ട് ഓഫ് 20 ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ടു റെപ്രസെൻറ്റ് എ സ്കൂൾ ഇൻ ആൻ എസ്സേ കോൺടെസ്റ്റ്? ഹൗ മെനി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് 5 സ്റ്റുഡൻസ്, എത്ര ഡിഫറെൻറ്റ് സെറ്റായിട്ടുള്ള 5 കുട്ടികളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും 20 ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ? ഒരു എസ്സേ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ 20 കുട്ടികളിൽ നിന്ന് എത്ര സെറ്റായിട്ട് നിങ്ങൾക്ക് 5 കുട്ടികളെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോട്ടൽ നമ്പറാണ്, അതാണ് 20. 6 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, 6 5 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NCR ആണ്. n കോമ്പിനേഷൻ 6 ആണ്. n എന്ന് പറഞ്ഞാൽ 20, r എന്ന് പറഞ്ഞാൽ 5. 20CR ഈസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇതിങ്ങനെ എഴുതിയില്ലെങ്കിൽ മറ്റിച്ച് നമുക്ക് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ എന്ന് എഴുതായാലും വിരോധമില്ല. ഏത് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല ഡിനോമിനേറ്ററിൽ. n ഫാക്ടോറിയൽ പറഞ്ഞാൽ 20 ഫാക്ടോറിയൽ. 20 ഫാക്ടോറിയലിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക? ഇനി നിങ്ങളുടെ കയ്യിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈ NCR എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ കിട്ടും കേട്ടോ. അപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലെ കുട്ടികൾ എങ്ങനെയും ചെയ്ത് മനസ്സിലാക്കുക, അതിൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, അത് വെട്ടിക്കളയതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇത് ഇട്ട് കൊടുത്താൽ മതി. അല്ലാത്ത കുട്ടികൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലി തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നോക്കാം. 20 ഫാക്ടോറിയൽ മിസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത പ്രോബ്ലമാണ്. അപ്പം ഞാൻ പറയുന്ന സ്റ്റെപ്പ് എഴുതാം. 20 ഫാക്ടോറിയൽ എന്ന് വച്ച് കഴിഞ്ഞാൽ 20 × 19 × 18 × 17 × 16 × 15 14. ആദ്യത്തെ പ്രോബ്ലം ആയി കാരണം അങ്ങനെ എഴുതിക്കോളൂ വിശദമായിട്ട്. 14 × 13 12 11 ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയൊരു റോല് നമുക്കൊരു ആൻസർ ഉണ്ടാവും. ഓക്കെ, 20 ഫാക്ടോറിയൽ. അതിൻ്റെ താഴെയുള്ളത് ആദ്യം 5 ഫാക്ടോറിയൽ ഉണ്ട്. 5 ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കുക? 5 × 4 × 3 × 2 × 1 ഇൻറ്റു വീണ്ടും ഉണ്ട് 20 - 5. 20 - 5 എത്രയാ? 15. 15 ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കുക? 15 × 14 13 12 11 10 9 8 7 6 5 4 3 2 1 1 വരെ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കണം ഫാക്ടോറിയൽ. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 ഫാക്ടോറിയലിലെ നമുക്ക് എന്തുണ്ടാവും? 20യുടെ മുമ്പത്തെ എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ 20 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഫാക്ടോറിയലാണ്. അപ്പോൾ 15 14 13 പറഞ്ഞിട്ടുള്ള എല്ലാ വാല്യൂസിൻ്റെയും പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മുകളിലത്തെ 15 മുതലുള്ള വാല്യൂസും താഴത്തെ 15 മുതലുള്ള വാല്യൂസും ഒക്കെ എന്തായി പോവും? ക്യാൻസലായി പോവും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുലേനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ആ സ്റ്റെപ്പ് മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതായത് 20 19 18 17 16 അതുവരെ എഴുതുക. 15 മുതൽ എന്താ എഴുതാത്ത വെച്ചെങ്കിൽ ആ മുകളിലത്തെ 15 മുതലുള്ള പെർമ്യൂട്ടേഷനും താഴത്ത് 20 - 5 മുതലുള്ള പെർമ്യൂട്ടേഷനും ക്യാൻസൽ ചെയ്ത് പോവും. അതുകൊണ്ട് 5ൻ്റെ ഫാക്ടോറിയൽ മാത്രം പിന്നെ ചെയ്താൽ മതി. 5 4 3 2 1 ഇത് മാത്രം എഴുതിയിട്ട് അത് കാൽക്കുലേറ്ററിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ 15504 അതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A bag contains 6 white and 4 black balls. What is the probability of drawing a white ball? ആദ്യത്തെ ചോദ്യം, ഒരു ബാഗിൽ 6 വെള്ളയും 4 ബ്ലാക്കും ബോളും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ? ഒരു വൈറ്റ് ബോൾ എന്ന് എടുക്കാനുള്ള സാധ്യത എത്ര ഉണ്ടെന്നാണ് ചോദിച്ചേക്കണം. നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ബോൾ എടുക്കാൻ നമുക്കൊരു പ്രശ്നമില്ല. 6/10 N/A/N/S നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഒരെണ്ണാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ 2 3 4 ബോളൊക്കെ എടുക്കാനുള്ള സാധ്യത ചോദിക്കുമ്പോൾ കോമ്പിനേഷൻ ചെയ്യാണ്ട് നമുക്ക് വേറെ ഒരു നിവർത്തിയില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ താഴെ എഴുതിയിട്ട് നമ്പർ 1 ഇട്ടിട്ട്
പ്രോബിലിറ്റി ഓഫ് ബ്രാക്കറ്റിൽ എ വൈറ്റ് ബോൾ ഈസ് ഈക്വൽ ടു 6/10. കാരണം ചോദ്യം ഇതായിരുന്നു, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ, ഒരു വൈറ്റ് ബോൾ എടുക്കാൻ 6/10. അത് കോമ്പിനേഷൻ പ്രകാരം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 6C1/10C1 എന്ന് എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രോബബിലിറ്റി ബി ക്വസ്റ്റ്യൻ, ഡ്രോയിങ് 4 വൈറ്റ് ബോൾ, 4 വൈറ്റ് ബോൾ എടുക്കാൻ എത്ര ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക 6. ആകെ എത്ര വൈറ്റ് ബോൾ ഉണ്ട്, ആകെ 6 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോളും. അതായത് ഈ ബാഗിൽ മൊത്തമായിട്ട് 10 ബോളുണ്ട്, വൈറ്റ് അല്ല 10 ബോളുണ്ട്. അതിൽ 6 എണ്ണം വെള്ളയാണ്, 4 എണ്ണം കറുപ്പുമാണ്. ഇതിന്ന് 4 വെള്ള ബോൾ എടുക്കാൻ എത്ര സാധ്യതയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം 6 വെള്ള ബോളിൽ നിന്നാണ് നമ്മൾ 4 വെള്ള ബോൾ എടുക്കേണ്ടത്. 6 വെള്ള ബോളിൽ നിന്ന് 4 വെള്ള ബോൾ എടുക്കണം. അപ്പോൾ 6C4 അതാണ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. മൊത്തം എത്ര ബോളുണ്ട്, 10 ബോളുണ്ട്. ആ 10 എണ്ണത്തിന് 4 എണ്ണം എടുക്കുന്ന കേസാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരിക 6C4/10C4 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 6C4/10C4. ഇനി ഇതിങ്ങനെ വെറുതെ എഴുതിയാൽ പോരെ, നമുക്കിത് സോൾവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ സോൾവ് ചെയ്തിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഫോർമുല മാത്രം എഴുതി വെക്കാം കേട്ടോ. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ, ഡ്രോയിങ് 3 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക് ബോൾ. 3 വൈറ്റ് ബോൾ എടുക്കാൻ എത്ര സാധ്യത ഉണ്ട്, നമുക്ക് ആകെ 6 വൈറ്റ് ബോളാണുള്ളത്. അതുകൊണ്ട് 6C3. പക്ഷേ അവർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള സാധ്യതയും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. 6C3 ഇൻറ്റു 4C1 അല്ലേ, 4 ബ്ലാക്ക് ബോളുള്ളത്, അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് 4C1 4C1 ഡിവൈഡഡ് ബൈ ആകെ എത്ര ബോൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഡ്രോയില് 3 വെള്ളയും 1 ബ്ലാക്ക് എടുക്കുന്നുണ്ട്. അതായത് ടോട്ടലി 4 ബോൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 10C4. പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾ, 3 വൈറ്റ് ബോളും 1 ബ്ലാക്ക് ബോളും ആൻഡ് 1 ബ്ലാക്ക് ബോൾ എടുക്കുന്നത് കൊണ്ടാണ് 6C3. ആകെ എത്ര വൈറ്റ് ഉണ്ട്, 6 വൈറ്റ് ഉണ്ട്. 6 വൈറ്റിൽ നിന്ന് 3 വൈറ്റ് എടുക്കാൻ 6C3യും ആൻഡ് 1 ബ്ലാക്ക്, അതായത് 4C1. 4 ബ്ലാക്കിൽ നിന്ന് 1 ബ്ലാക്ക് ബോൾ എടുക്കാൻ 4C1 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്മൾ 4 ബോൾ എടുക്കുന്നത് 10 എണ്ണത്തിന്. അതുകൊണ്ട് 10C4. ഇനി അടുത്തത് 3 വൈറ്റ് ആണ്. ഡി ക്വസ്റ്റ്യൻ, 3 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക് ബോൾ. 3 വൈറ്റ് എടുക്കാൻ എത്ര ചാൻസ് ഉണ്ട്, 6C3 ഇൻറ്റു 2 ബ്ലാക്ക് 4C2 ഡിവൈഡഡ് ബൈ ആകെ എത്ര ബോൾ എടുക്കുന്നുണ്ട്, 3ഉം 2ഉം 5 ആണ് കേട്ടോ അത് വരേണ്ടത്. 10C5 ആണ് വരേണ്ടത്. ഇനി ഇതൊക്കെ ഞാൻ സോൾവ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയായിരുന്നു, പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ 6C1/10C1 ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ സയൻറ്റിഫിക് അല്ലാത്ത കുട്ടികൾ ഈ പ്രോബ്ലം മാനുവലി ചെയ്യണം. അപ്പോൾ NCR 6C1 അതിന് നമ്മൾ NCR ചെയ്യണം. താഴത്തുള്ള 10C1ഉം NCR ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾ NCR എന്നുള്ള ഫോർമുല ചെയ്തിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ. ആദ്യം 6C1ൻ്റെ ഫോർമുല കണ്ടുപിടിക്കാം. n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ നമ്മുടെ ഫോർമുല. r ഫാക്ടോറിയൽ ആദ്യം എഴുതിയാലും രണ്ടാമത് എഴുതിയാലും വിരോധമില്ല. അപ്പോൾ r ഫാക്ടോറിയൽ ബൈ ഇവിടെ 1 ആണ് r. അപ്പോൾ 6C1 ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r, അതായത് n 6 ആണ്. അപ്പോൾ 6 മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ ചെയ്യണമെങ്കിൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 6 മൈനസ് 1 എന്ന പറഞ്ഞാൽ 5 ആണ്. 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. പിന്നെ വീണ്ടും 1 ഫാക്ടോറിയൽ ഉണ്ട്, 1 തന്നെയുള്ളൂ. അപ്പോൾ മേലത്തെയും താഴത്തെയൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി 6 എന്നുള്ള ഉത്തരം കിട്ടി. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, 10 ഫാക്ടോറിയലും കാണണം. 10 ഫാക്ടോറിയൽ കാണെങ്കിൽ 10C1ൽ 10 ഫാക്ടോറിയൽ കാണണം. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അവിടെ r എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 10 മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ 2 തരത്തിലാണ്
ചെയ്തേക്കുന്നത്. 6C1 ഞാൻ ചെയ്തപ്പോൾ എല്ലാ നമ്പേഴ്സും ഞാൻ എഴുതിയിട്ടാണ് ക്യാൻസൽ ചെയ്തത്. നമ്മൾ നേരത്തെ കണ്ടു 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ 9 ഫാക്ടോറിയലാണ് വരിക അല്ലേ. 10 - 1 എന്ന് പറഞ്ഞാൽ 9 ഫാക്ടോറിയൽ വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 10ൻ്റെ മേലത്തെ 9, 8, 7, 6, 1 അതൊന്നും നിങ്ങൾ വീണ്ടും മുകളിലും എഴുതി താഴത്തും എഴുതപ്പോൾ നമ്മൾ 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 9 × 8 × 7 അത് രണ്ടും മുകളിലും താഴത്തും എഴുതേണ്ട ആവശ്യമില്ല. നമുക്കറിയാം രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 മാത്രം എഴുതുക, താഴെ 1 എഴുതുക. = 10 ആണ് ആൻസർ വരിക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഞാൻ മുകളിൽ 6C1 എഴുതിയ പോലെ. അത് 6C1 എഴുതിയപ്പോൾ പ്രത്യേകം നോക്കിയേ, ഞാൻ ശരിക്കും എല്ലാ വാല്യൂസിൻ്റെയും ഫാക്ടോറിയൽ എഴുതി 6 × 5 × 4 × 3 × 2 × 1. ഇനി 6 - 1 5 ആണെന്ന് നമുക്കറിയാം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എഴുതാൻ പോകുന്നത് ഈ 5, 4, 3 എന്നുള്ള വാല്യൂസാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതേണ്ട ആവശ്യമില്ല. ഈ മേലത്തെ 5, 4, 3, 2 താഴത്തെ 5, 4, 3, 2 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. മുകളിലൊരു 6 എഴുതുക, താഴത്ത് 1 ഫാക്ടോറിയൽ മാത്രമേ വരൂ. അപ്പോൾ 1 എഴുതുക. അപ്പോൾ അതുപോലെയാണ് ഞാൻ 10ൻ്റെ ചെയ്തേക്കുന്നത്. അതാണ് 10/1 ചെയ്തേക്കുന്നത്. കുട്ടികൾക്ക് സൗകര്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് എന്താ വെച്ചാൽ അതുപോലെ ചെയ്യുക. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉള്ളവർ ഇതൊന്നും ചെയ്യേണ്ട, കാൽക്കുലേറ്ററിൽ ഇത് കൊടുത്താൽ മതി കോമ്പിനേഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ 6C1/10C1 എന്ന് പറഞ്ഞാൽ 6/10 ആണ് ആൻസർ വരിക. ഇനി നമുക്ക് രണ്ടാമത്തെ എങ്ങനെ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സെലക്ടിങ് 4 വൈറ്റ് ബോൾ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക 6C4/10C4 ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ 6C4 ചെയ്തേക്കുന്നത് എല്ലാ വാല്യൂസും എഴുതിയിട്ടാണ് ചെയ്തേക്കുന്നത്. 6C4 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ വരിക 6 × 5 × 4 × 3 × 2 × 1. ഫോർമുല ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല എന്നുള്ളൂ. കുട്ടികൾ ഓരോ പ്രാവശ്യം ഫോർമുല റിപ്പീറ്റ് ചെയ്ത് എഴുതുക, ആദ്യത്തെ കുറച്ച് പ്രോബ്ലം കഴിയണവരെ. ഇനി 6C4 6 ഫാക്ടോറിയൽ ചെയ്തു. അത് കഴിഞ്ഞ് താഴത്ത് വരിക 6 - 4 ഫാക്ടോറിയലും വരും, ഒരു 4ൻ്റെ ഫാക്ടോറിയലും വരും. 6 - 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4ൻ്റെ ഫാക്ടോറിയൽ 4, 3, 2, 1. പിന്നെ അതിൽ വരിക 6 - 4 എത്ര 2 ആണ് കേട്ടോ. 2 വരിക. അപ്പോൾ 2 × 1 പിന്നെ 4ൻ്റെ ഫാക്ടോറിയലും 4, 3, 2, 1. അപ്പോൾ ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 30/2 എന്ന് ആൻസർ കിട്ടും. 10C4 അത് ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള മെത്തേഡിലാണ് ചെയ്തേക്കണം. 10C4ൻ്റെ ഫോർമുല വരിക 10 ഫാക്ടോറിയൽ ബൈ 10 - 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് വരിക. അതിൽ 10 ഫാക്ടോറിയൽ പറഞ്ഞാൽ 10ൻ്റെ മുമ്പത്തെ എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റാണ്. താഴെ 10 - 4 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയലാണ്. അപ്പോൾ ആ 6 ഫാക്ടോറിയൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്ത് എഴുതണ്ട, മുകളിലും എഴുതണ്ട, താഴത്തും എഴുതണ്ട. അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ വെറും 4 ഫാക്ടോറിയലിൻ്റെ ആൻസർ മാത്രം താഴെ എഴുതിയാൽ മതി. 4 × 3 × 2 × 1. അപ്പോൾ 210 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 30/2 6C4 കിട്ടിയിട്ടുണ്ട്. 10C4 210 കിട്ടിയിട്ടുണ്ട്. 30/2 ഡിവൈഡഡ് ബൈ 210 പറയുമ്പോൾ നമ്മൾ റെസിപ്രോക്കലൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അല്ല അത് 1/210 വരും. അപ്പോൾ 1/14 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി മൂന്നാമത്തെ ചോദ്യം പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 3 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക് ബോൾ ആണ്. 6 വൈറ്റിൽ നിന്ന് 3 വൈറ്റ് എടുക്കണം. അപ്പോൾ 6C3 ഇൻറ്റു 1 ബ്ലാക്ക്, 4 ബ്ലാക്കിൽ നിന്ന് 1 ബ്ലാക്ക് എടുക്കണം, ഇൻറ്റു 4C1/10C4. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഫാക്ടോറിയൽ വെച്ചിട്ട് 6C3 സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, 4C1 സെപ്പറേറ്റ് ആൻസർ കണ്ടുപിടിക്കണം, 10C4 കണ്ടുപിടിക്കണം. എല്ലാം സെപ്പറേറ്റ് n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ എന്നുള്ള ഫോർമുല വെച്ച് ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് നാലാമത്തെ ചോദ്യം. ഞാൻ അവിടെ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 3 വൈറ്റ് എന്ന് പറഞ്ഞോ സംശയട്ടാം. അപ്പോൾ അത് 2 വൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ വരും, 3 ആണെങ്കിൽ അങ്ങനെ വരും, 6C3 വരിക, 2 ആണെങ്കിൽ 6C2. ഞാൻ 2 ഇട്ടിട്ട പ്രോബ്ലം ചെയ്തേക്കണം. 6C2 ഇൻറ്റു 4C2/10C4. അപ്പോൾ സെപ്പറേറ്റ് എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിയാൽ 6C2 ഞാൻ സിംപ്ലിഫൈ ചെയ്ത മെത്തേഡിലാണ് ചെയ്തേക്കണം. അപ്പോൾ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരിക്കും 6 × 5 × 4 × 3 × 2 × 1 ചെയ്യണം. താഴെ ഒരു 6 - 2 എന്നാൽ 4 ഫാക്ടോറിയലും വരും, 2 ഫാക്ടോറിയലും വരും. അപ്പോൾ 4 മുതലുള്ള വാല്യൂസ് താഴത്തും എഴുതണ്ട, മുകളിലും എഴുതണ്ട, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകാനാണ്. ഇനി ആകെ ചെയ്യാനുള്ളത് 2 × 1 ആണ്. അതുകൊണ്ട് 15 കിട്ടി, 6 കിട്ടി. അപ്പോൾ 15 × 6/10C4. നേരത്തെ പ്രോബ്ലത്തെ എവിടെയോ 10C4 ചെയ്ത് വെച്ചിട്ടുണ്ട്, 210 അറിയാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ 90/210 ആണ് ആൻസർ കിട്ടുക. ഇനി ഈ ഒരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 white balls in a draw of 3 balls from a bag containing 5 white and
4 ബ്ലാക്ക് ബോൾ. ഒരു ബാഗിൽ ആകെ കൂടി 9 ബോളാണുള്ളത്. 5 വൈറ്റും ഉണ്ട്, 4 ബ്ലാക്കും ഉണ്ട്. ചോദ്യം എന്താ നോക്കൂ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 വൈറ്റ് ബോൾ? 3 വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത ചോദിച്ചിരിക്കണം. ഇൻ എ ഡ്രോ ഓഫ് 3 ബോൾസ്. ഈ 9 ബോളുള്ള ബാഗിൽ നിന്ന് 3 ബോൾ നിങ്ങൾ എടുത്തു. ആ 3 ബോളിൽ 3 വെള്ളയാവാൻ എത്ര സാധ്യത ഉണ്ട്? കറുപ്പിൻ്റെ കാര്യമേ ചോദിച്ചിട്ടില്ല അവിടെ. അപ്പോൾ വെറും വെള്ള 3 ബോൾ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ ഫേവറബിൾ കേസസ് 5C3. കാരണം ആകെ നമുക്ക് 5 വെള്ളയുള്ള 5 വെള്ളയിൽ നിന്ന് 3 വെള്ള കിട്ടാൻ 5C3 ആണ് അതിൻ്റെ കോമ്പിനേഷൻ വരിക. ഡിവൈഡഡ് ബൈ എത്ര ബോളുണ്ട്? ആകെ 9 ബോളുണ്ട്. 9 എണ്ണത്തിൽ നിന്ന് 3 കിട്ടാനുള്ള സാധ്യത. ഡിവൈഡഡ് ബൈ 9C3. ഓക്കെ, 5C3 ബൈ 9C3 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. 5C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫോർമുല എഴുതണം അവിടെ. NCR is equal to n factorial divided by n minus r factorial into r factorial. n factorial എന്ന് പറഞ്ഞാൽ 5, 4, 3, 2, 1 ഒക്കെ ചെയ്യേണ്ടതാണ്. ഇവർ സിംപ്ലിഫൈ ചെയ്ത മെത്തേഡിലാണ് ചെയ്തേക്കണം. 5 - 3 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയലാണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ മുകളിലും താഴത്തും വരും. മേലത്തെ 2 1 എഴുതും, താഴത്തെ 2 1 എഴുതേണ്ട ആവശ്യമില്ല. വെറും 3 ഫാക്ടോറിയൽ മാത്രം എഴുതിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു 2 മെത്തേഡിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ എല്ലാ നമ്പറും എഴുതിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള മെത്തേഡിൽ ചെയ്യുക. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് 5/42 കിട്ടും. ഒരു ചോദ്യം കൂടി ഉണ്ട്. എ കമ്മിറ്റി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെലക്ടിങ് 2 people at random ഫ്രം എ ഗ്രൂപ്പ് കണ്ടെയ്നിങ് 3 economists and 4 statisticians. അത് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ബൈ സെലക്ടിങ് 2 people. 2 ആൾക്കാരെ മാത്രം എടുത്തിട്ടാണ് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കേണ്ടത്. ഇനി മൊത്തം നമ്മുടെ കയ്യിൽ എത്ര ആൾക്കാരുണ്ട്? 3 എക്കണോമിസ്റ്റും ഉണ്ട്, 4 സ്റ്റാറ്റിസ്റ്റീഷ്യനും. അതായത് 7 ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ നിന്ന് 2 ആളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ കൺസിസ്റ്റ് ഓഫ് 2 economists. 2 economists മാത്രം ഉണ്ടാവാനുള്ള സാധ്യത ചോദിച്ചിരിക്കണം. അപ്പോൾ ആകെ ഉള്ളത് ഫേവറബിൾ കേസസ് 3 economists ഉള്ളത്. അതിൽ നിന്ന് 2 economists വരുന്നതിൻ്റെ കേസ് 3C2 ബൈ എപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് കേസിനും താഴെ വരേണ്ടത്. 7 ആൾക്കാരുണ്ട് മൊത്തത്തിൽ, 3 എക്കണോമിസ്റ്റും 4 സ്റ്റാറ്റിസ്റ്റീഷ്യനും. അപ്പോൾ 7C2, 3C2 ബൈ 7C2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, 2 സ്റ്റാറ്റിസ്റ്റീഷ്യന് കിട്ടാനുള്ള ചാൻസ്. നമുക്ക് ആകെ ഉള്ളത് 4 സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അപ്പോൾ 4C2 ബൈ 7C2. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു എക്കണോമിസ്റ്റും ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനും ഉണ്ട്. അപ്പോൾ 3 എക്കണോമിസ്റ്റിൽ നിന്ന് ഒരു ആളിനെ സെലക്ട് ചെയ്യണം. 4 സ്റ്റാറ്റിസ്റ്റീഷ്യനിൽ നിന്ന് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനെ സെലക്ട് ചെയ്യണം. അപ്പോൾ 3C1 ഇൻറ്റു 4C1 ഡിവൈഡഡ് ബൈ 7C2. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങൾ കോമ്പിനേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, സോ താങ്ക് യു ചിൽഡ്രൻ.